ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വീട്ടുവിശേഷത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഫുൾ ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് കുക്കിങ്ങും കുറച്ച് ഷോപ്പിങ്ങും ഒക്കെ ആയിട്ട് ഒരു ജഗബോഗ ദിവസമാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. പിന്നെ അബദ്ധവശാൽ ഈ ഒരു വീഡിയോ തുറന്നു നോക്കിയവരുണ്ടെച്ചെങ്കിൽ എന്തായാലും 2 മിനിറ്റേലും കണ്ടിട്ട് പോവാട്ടോ. അപ്പോൾ പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെച്ചെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഇത് പറയേണ്ടത് എൻ്റെ ഒരു കടമയാണല്ലോ. ഇനി പറയാത്ത കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെയൊക്കെ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് പോവാം കേട്ടോ. ശനിയാഴ്ച ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ നൂലപ്പാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നൂലപ്പം കറി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരച്ചിലേക്കുള്ള ഒരു മാവ് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ എക്സിബിഷനൊക്കെ പോയപ്പോൾ കൊഴുക്കട്ടയുടെ അച്ചൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ വെച്ച് ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് നൂലപ്പത്തിനേക്കാളും ഇഷ്ടം ഈ ഒരു സംഭവമാണ്. അപ്പോൾ നൂലപ്പം ഉണ്ടാക്കുന്ന ദിവസമൊക്കെ ഞാൻ ഇതുപോലെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ പഠിപ്പുള്ള ദിവസമൊക്കെ ആണെങ്കിൽ എച്ചുവിന് സ്നാക്സ് ബോക്സിലേക്ക് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കൊടുത്തയക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് അച്ചിലേക്ക് നമ്മൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളൊന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റത്തെ പ്രാവശ്യം മാത്രമാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ, നമുക്കതിൽ നിന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ ബാക്കി മാവ് വെച്ചിട്ടുണ്ടായത് ഞാൻ അതിലേക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫില്ലിങ്ങിനായിട്ട് കുറച്ച് ശർക്കര വെള്ളത്തിൽ നിന്ന് ഉരുക്കിയെടുത്തിട്ട് അതിൽ തേങ്ങ ഇട്ടിട്ട് ആ ഒരു നല്ലപോലെ മിക്സാക്കിയ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്തിട്ടുള്ളതാണ് നമ്മൾ ഫില്ലിങ് ആക്കി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഒറ്റ ട്രിപ്പിനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 6 എണ്ണത്തിന് ഉണ്ടാക്കാൻ മാത്രമാണ് അതുണ്ടായിരുന്നുള്ളൂ കേട്ടോ. മാവ് നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ഫില്ലിങ് അവിടെ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ഫില്ലിങ് ആയിരുന്നു, നല്ല മധുരമൊക്കെ ആയിട്ട്. അപ്പോൾ അത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചും കൂടി മാവ് എടുത്തിട്ട് ഒന്ന് കുഴച്ചിട്ട് പിന്നെ അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് അധികമൊന്നും നമുക്ക് ഉണ്ടാക്കാനായിട്ടില്ല. അപ്പോൾ ഒരു അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടന് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ചേട്ടന് ഇതേപോലെ അടയൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പരത്തിയിട്ട് ഒരു ഫില്ലിങ് വെച്ചിട്ട് അതിൽ തന്നെ നമ്മൾ പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിക്കാൻ കേട്ടോ. അടയും ആ ഒരു കൊഴുക്കട്ടയൊക്കെ പുഴുങ്ങിയെടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് പണികൾ തീർക്കാനുണ്ടായിരുന്നു. നമ്മുടെ രാവിലത്തെ പണി കഴിഞ്ഞതിൻ്റെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. പിന്നെ അടുക്കളയൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ചോറിന് വെള്ളം വെച്ചത് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ അരി കഴുകി ഇടണം. പിന്നെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ചായ കൂടി നേരത്തോട് തന്നെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ടാണ് കഴിക്കാറുള്ളത്. അപ്പോഴേക്കിതാ നമ്മളുടെ കൊഴുക്കട്ടയൊക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇറക്കി വെച്ചു. ഇനി നമ്മൾ കുറച്ച് അരി ചോറിനുള്ളത് കഴുകി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകണം. ഒരു ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ലച്ചുവിൻ്റെ പിറന്നാളാണ് പിറ്റേ ദിവസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകണം. അപ്പോൾ അപ്പോഴേക്കും വേഗം പണി ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഞാൻ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം നമുക്ക് ഇഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ എന്താ പറയുക, ഉഴുന്നും അരിയൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മളിതാ നമുക്ക് 6 എണ്ണം ഇത് തന്നെയാണ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും പിന്നെ പിള്ളേർക്കും കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതാ അച്ഛനൊക്കെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഉമ്മർച്ച് ചെന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് അവർക്ക് കൊണ്ടു കൊടുക്കുകയാണ്. അപ്പോൾ അച്ഛന് ഇതേപോലത്തെ സംഭവങ്ങളൊക്കെ നല്ല മധുരമുള്ളതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കൊടുത്തപ്പോൾ വാങ്ങിച്ചില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഷുഗർ കുറച്ച് കൂടുതലാണ്. അപ്പോൾ ആൾ വേണ്ടാന്ന് പറഞ്ഞു. ആ പിള്ളേർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും എന്താ ചേട്ടന് ഓട്ടം വന്നിട്ട് ആൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചായ കുടിക്കാനായിട്ട് നോക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് വേഗം ഒരുങ്ങാനായിട്ട്. അപ്പോൾ പിന്നെ പിള്ളേർക്ക് ഈ ഒരു സംഭവം കിട്ടിയപ്പോൾ പിന്നെ നൂലപ്പത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും 2 വീതം എടുത്ത് കഴിക്കുകയാണ്. പിന്നീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അരി കഴുകിയ വെള്ളം, പരിപ്പ് കഴുകിയ വെള്ളം, ഇതൊക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വയ്ക്കാറുണ്ട് കേട്ടോ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്ത് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് മഴയൊന്നും കൊള്ളാത്ത ചെടികളാണ് കേട്ടോ. അപ്പോൾ അവർക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ നല്ല മഴയല്ലേ. അപ്പോൾ മറ്റുള്ള ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ വെള്ളം കൂടുതലായിട്ട് ചിലപ്പോൾ ചെയ്യാനായിട്ട് സാധ്യത ഉണ്ട്. അപ്പോൾ വെയിലുള്ള സമയങ്ങളിലാണ് അവർക്ക് ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഇപ്പോൾ ഇതൊന്നും വെള്ളം കിട്ടാത്ത ചെടികളാണ്. അപ്പോൾ അമ്മ മീൻകാരനെ കാത്ത് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ വിളി കേൾക്കുമ്പോൾ അയാളെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ നമ്മുടെ ചെടികൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ചാണ് കേട്ടോ ഇപ്പോൾ ഉള്ളൂ. കാരണം നമ്മുടെ മഴയൊക്കെ ആയപ്പോൾ തന്നെ കൂടുതൽ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ചെടികളൊക്കെ ചീഞ്ഞു പോയി. പിന്നെ കുറേയൊക്കെ അതിൻ്റെ മുകളിൽ മരമൊക്കെ വീണിട്ടും ആകെ കൂടിയിട്ട് നമ്മളെ ചെടികളൊക്കെ പോയിരിക്കുകയാണ്. പിന്നെ മഴയൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ഒന്നും കൂടി ഒന്ന് ഉഷാറാക്കാനായിട്ട്. അപ്പോൾ 2 ദിവസം മുൻപേ ഉണ്ടായിട്ടുള്ള മഴയ്ക്കും കാറ്റിനും ഒക്കെ അവിടുത്തെ ഒരു വലിയൊരു തേക്ക് മരം ഇവിടെ വീണെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ കുറച്ച് കഴിയുമ്പോഴേക്കും മീൻകാരൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ മീൻ മേടിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൽ നിന്ന് ചൂടയും അതുപോലെ തന്നെ വേറൊരു മീനും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശ്രീകുട്ടന് ചൂട നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അതിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ഊറ്റി വെക്കുകയാണ്. അപ്പോൾ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു നമുക്ക് വേഗം പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ചോറ് വെന്തത് ഊറ്റി വെച്ചു. പിന്നെ ബാക്കിയുള്ള പണികളൊന്നും ചെയ്യാനായിട്ട് നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി നേരം വൈകും. അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടെ അടുത്ത് ഉള്ള സ്ഥലത്തേക്കാണ് കേട്ടോ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് പോണത്. അപ്പോൾ അത് അമ്മ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ. കയറിയത് നമ്മൾ സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പായസം വെക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാലട വെക്കാമെന്ന് വിചാരിച്ചു. എന്നും നമ്മൾ സേമിയ പായസമാണ് വെക്കാറുള്ളത്. അപ്പോൾ പ്രാവശ്യം നമ്മൾ ഡബിൾ ഹോഴ്സിൻ്റെ പാലട പായസം വെക്കാമെന്ന് വിചാരിച്ചിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ ലച്ചുവിനെയും കൊണ്ടാണ് പോയത്. അപ്പോൾ ലച്ചുവിനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് 1-2 കടകളിലൊക്കെ കയറിയപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ കേക്കിന് ഓർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ബേക്കറിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും നമ്മൾ കേക്ക് ഉണ്ടാക്കി വെച്ചത് വാങ്ങിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കേക്കുകളാണ് നമ്മൾ സ്ഥിരം വാങ്ങാറുള്ളത്. അപ്പോൾ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ബേക്കറിയിൽ പോയിട്ട് ഓർഡർ കൊടുത്തിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം കേക്ക് വാങ്ങിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ നേരെ കുന്നോളത്തേക്കാണ് പോയത് കേട്ടോ. എന്നാൽ കുന്നോളത്തുള്ള കേരളയിലേക്കാണ് പോയത്. അപ്പോൾ അവിടെ നിന്ന് ലച്ചുവിനെയും 2 ജോഡി ഡ്രസ്സ് എടുത്തു. അപ്പോൾ ഇതാണ് നമ്മൾ പിറന്നാളിന് ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അതങ്ങനെ സെലക്ട് ചെയ്തു. അത് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മളിതാ തുണിയൊക്കെ എടുത്ത് പോയി വന്നപ്പോഴേക്കും സമയം വല്ലാണ്ട് അങ്ങോട്ട് അതിക്രമിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് മീനൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ മസാലയൊക്കെ പുരട്ടി ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ വറക്കാമെന്ന് തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ്. പിന്നീട് പരിപ്പും തക്കാളിയും കറി പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശ്രീകുട്ടന് ചോറ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് കുന്നംകുളത്തേക്ക് പോകും എന്നുള്ളത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ തൊട്ടടുത്തുള്ള കടയിലൊക്കെ പോയി എടുക്കാം എന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവിടെ നമുക്ക് ഇഷ്ടപ്പെട്ടതൊന്നും കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ചേട്ടന് വാടകയ്ക്കൊക്കെ വിളി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ പോയി വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ ആർക്കും നേരമൊന്നും തെറ്റിയിട്ടുണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കാനായിട്ട്. ഇതൊക്കെ ആയി വന്നപ്പോൾ തന്നെയാണ് എല്ലാവരും ഭക്ഷണം കഴിച്ചത് കേട്ടോ. അച്ഛനും അമ്മയൊക്കെ ഇപ്പോൾ ഭക്ഷണം കഴിച്ചുള്ളൂ. അപ്പോൾ ചേട്ടൻ പുറത്ത് പോയിട്ട് നാളെ സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ വാങ്ങിച്ചു. സദ്യ എന്ന് പറയാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ. പച്ചക്കറികളൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ച് ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴേക്കും ഇനി മഴയൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം മുറ്റൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി ഇടുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ കാലത്ത് കാട്ടി തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു തേക്കൊക്കെ നമ്മളുടെ വീണത് കേട്ടോ. അപ്പോൾ വലിയൊരു തേക്കായിരുന്നു. അപ്പോൾ ആർക്കും കുഴപ്പമൊന്നും പറ്റിയില്ല. അവിടെ അങ്ങനെ വീണ് കിടക്കുകയാണ്. പിന്നെ നമ്മുടെ പച്ചമുളകും കൃഷിയും കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ചെറുതായിട്ട് നാശങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പച്ചമുളകൊക്കെ നിറച്ചുണ്ടായി നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചാഞ്ഞ് വീണ് ആകെ കുളമായിട്ടുണ്ടായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ട കുറച്ച് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിയലിനും സാമ്പാറിനും വേണ്ടിയിട്ടുള്ള പച്ചക്കറികളാണ് ഇപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിയലും സാമ്പാറും തന്നെയാണ് വെക്കണുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി ബർത്ത്ഡേയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിച്ചെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.